പാളയംകോടൻ പഴം, ശർക്കര. ഇത് ഹെവിയാണ് ഈ സാധനം, നല്ല സ്ട്രോങ് ആണ്. ഇനി ഇത് ഡൈലൂട്ട് ചെയ്ത് ഇത്രയും വെള്ളത്തിലോട്ട് ഡൈലൂട്ട് ചെയ്ത് പാളയംകോടൻ പഴവും ശർക്കരയും പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, പച്ചച്ചാണകവും. ഈ ഇത്രയും ഒരു കപ്പ് ഫുള്ളൊന്നുമില്ല, 3/4 കപ്പുള്ളൂ. അത് ഈ ഒരു ബക്കറ്റ് വെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ചെടികൾക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ നിർത്തിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് ചെറിയ ചെടികൾക്ക് ഒക്കെ അത് ഹെവിയായി പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ ചെടിയുടെ വളർച്ച അനുസരിച്ചിട്ട് കൂട്ടി എടുത്ത് ഒഴിച്ചു കൊടുക്കും. എന്തൊക്കെ ചെടി ഉണ്ട് പറഞ്ഞുതരാട്ടാ, അടുത്തോട്ട് പോട്ടെ. ഇതെങ്ങനെയാണെന്നറിയാമോ? പണ്ട വീട്ടിലെ പോലെ ഇല്ലേ? വീട്ടിലല്ല, ഇതാണ് തിപ്പലി. അത് പച്ചമരുന്ന് അങ്ങാടിക്കടയിലും മരുന്നായിട്ട് കിട്ടും. ചുമക്കൊക്കെ കഫക്കെട്ടിനൊക്കെ ഉപയോഗിക്കും. ഇതെന്തത് അതിൻ്റെ കായ് ഉണ്ടായിരിക്കണുണ്ടോ? അതെ. പിന്നെ അതേപോലെ പനിക്കൂർക്കുണ്ട്, പനിക്കൂർക്ക. ഇത് കവറിൽ ഇട്ടേക്കണത് മധുരക്കിഴങ്ങ്. നമ്മൾ കാന്താരി. കാന്താരി 2 വർഷത്തെ കാന്താരി ഉണ്ട്. 2 ചട്ടിയിൽ കാന്താരി ഉണ്ട്. അത് ചെറിയ പച്ചക്കാന്താരി കേട്ടോ. ഇപ്പോൾ കായെല്ലാം പറിച്ച് അടുത്ത പൂവായിട്ട് വരണേയുള്ളൂ. കായകളൊക്കെ കഴിഞ്ഞ് ആവണേ ഉള്ളൂ. ഇതെൻ്റെ 2 ആമ്പലാണ്. പുറമെ രാവിലെ നല്ല രസമാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തെ. കുറേ പൂക്കളുണ്ടായിട്ടാ, കുറേ പൂക്കൾ. ഇനി അത് താഴ്ത്തോട്ട് വീണ് അവിടെ ഇരുന്നിട്ട് കൈ മുളച്ച് വരും. ഇത് വേറെ കളറാ, ഇത് വേറെ കളറാ. ഇല്ല, രണ്ടും 2 കളറാ. ഇതെന്താണെന്നറിയോ? ഇതാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. അതിൻ്റെ ഇടയിൽ ഒരു എന്താണ് അല്ല പറയല്ലേ അങ്ങനെയൊന്നും. അതുപോലെ ഉണ്ടല്ലോ. ഇത് കേശവർദ്ധിനി, എന്റെ പേരാണ് കേശവർദ്ധിനി. അതിൻ്റെ ഒരു വിത്ത് കൊണ്ടുവന്ന് അതിനകത്തിട്ട് തന്നെ മുളച്ചു വന്നതാണ്. വെന്തി, പുതിന, വഴുതന, കാന്താരി, അല്ല നാടൻമുളക്. വെയിലുണ്ട്, കളഞ്ഞു നിൽക്കണേ. ഇത് ജൈഡ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുക. അതിന് ഇത് മല്ലി, വേപ്പുള്ളി, കാന്താരി, ചട്ടി, കുരുമുളക്, വഴുതനത്തൈ, കാന്താരി മുളക്, തക്കാളിത്തൈ മുളപ്പിച്ചത്, ഗ്രൗണ്ട് ഓർക്കിഡ്. ഒരു മഞ്ഞ കൊണ്ടാണ് ശരിയാ, പേരറിഞ്ഞൂടാ. ഇത് ഞാൻ വെള്ളം ഒഴിച്ചത്. ഇത്
ഇതോ ഇത് ജമന്തി. 5 കളറുണ്ട് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ മാറ്റി നടണം. ഇത് പിടിലണ്ട് ഇത് റിയോന്ന അങ്ങനെ എന്താണ് വരുന്നു. ഒരു ഹാങ്ങിങ് വാൻഡ ഫോട്ടോസ്. അത് പല വകയുണ്ട്. ഓരോ കമ്പ് കിട്ടണതൊക്കെ നട്ടുപിടിപ്പിക്കണം. വാഴ്ച ഇത് വെണ്ടത്തൈ മുളപ്പിച്ചേക്കണത്. വാഴ്സത്തിന്റെ വേറെ കളർ. പ്ലാന്റ് കളിച്ചോളി ആലോവേര. അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ വേറെ സാധനം. ഇത് കൊത്തമരം. 3 ഉണ്ട് കൊത്തമരം. ഇത് മല്ലി, ആഫ്രിക്കൻ മല്ലി. പോയി ഒരു ഒടിഞ്ഞു വീണ താഴത്ത്. വളത്താങ്കര ചീര മുളച്ചിട്ടൊക്കെ ഉണ്ട്. ചീര വിത്ത് നമ്മൾ കിട്ടുന്നുണ്ട്. ഇത് ഇനി ഈ കട്ടകുത്തിയൊക്കെ വന്ന പച്ച തന്നെയുണ്ട്. മാറ്റി മാറ്റി നടണം. വേറെ ഇതിനകത്തൊട്ടേ ഇതിന്റെ ഇടയില് പച്ചീരുണ്ട്. പക്ഷെ പച്ച വേറെ ആവശ്യമില്ലാത്ത കള. അത് കളയാ. ഞാൻ പുറത്ത് ഇതൊക്കെ പട്ട. എന്ത് രസം കാണാനായിട്ട്. അപ്പൊ നമ്മള് കുറെ നാളെത്തിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വർഷമായിട്ട് ഒരു കൃഷിയും ചെയ്യുന്നുണ്ടായില്ല. കാരണം നമ്മൾ താമസിച്ചൊക്കെ ഫ്ലാറ്റിന്റെ മേളിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മളിപ്പോൾ താഴ്ത്തോട്ടിറങ്ങി ഒരു വീട്ടിൽ വന്ന് താമസിച്ചപ്പോൾ അവിടെ കുറേ സ്ഥലം കിടക്കണം. അപ്പോൾ കുറച്ച് സമയം ബാക്കി അധികം ഉണ്ടായതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള സ്ഥലം ഉള്ളത് കൊണ്ടും കുറേശ്ശെ ചെയ്യണം. അത്യാവശ്യം ഓരോന്ന് നട്ടുപിടിപ്പിച്ച് ഇത്രയും വരെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടെന്നറിയോ? പീച്ചിലുണ്ട്, കുക്കുംബറുണ്ട്, പയറുണ്ട്, മറ്റേ കുറ്റി അമരക്കായ, മുളകുണ്ട്. വെണ്ട അത്ര അത് പെട്ടെന്ന് പിടിച്ചു കിട്ടിയിട്ടില്ല, എന്നാലും 2 തൈ പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി, വഴുതനൊക്കെ നട്ടിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിലാക്കിയെടുക്കാൻ ശ്രമിക്കണം. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.